കലാഭവൻ നവാസിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ചില പണ്ഡിത വേഷങ്ങളും അവരുടെ ശിഷ്യന്മാരും ഇട്ട കമൻ്റ് വായിച്ചപ്പോൾ തോന്നിയ അസ്വസ്ഥതയാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണമായി. പൗരോഹിത്യത്തിന് ഒരു സ്പേസും നൽകാത്ത മതമാണ് ഇസ്ലാം. ഒരു അമ്പലത്തിൽ പൂജാരി ഇല്ലെങ്കിൽ അവിടെ പൂജ മുടങ്ങും. ചർച്ചിന്റെ കാര്യവും അതുതന്നെയാണ്. എന്നാൽ ഒരു പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല. ഏതൊരു വിശ്വാസിക്കും നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയും. ആരാണോ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് അതാണ് ഇമാം. ഞാനിത് പറഞ്ഞത് ഏതെങ്കിലും താരതമ്യത്തിനോ അതിൻ്റെ തെറ്റും ശരിയും അന്വേഷിക്കാനോ അല്ല. ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് മതങ്ങൾ വ്യത്യസ്തമായി നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, മറ്റു മതങ്ങളിലെ പോലെ ഒരു പൗരോഹിത്യത്തിന് ഇസ്ലാമിൽ യാതൊരു സ്പേസും ഇല്ല. പക്ഷേ എങ്കിലും പിൻവാതിലിലൂടെ പൗരോഹിത്യം മുസ്ലിം സമൂഹത്തിൽ കടന്നു കയറുകയും വിശ്വാസികളുടെ ജീവിതത്തിൽ മതത്തിന്റെ അന്തസ്സതയ്ക്ക് നിരക്കാത്ത മതവിധികളുമായി പലപ്പോഴും കടന്നു വരാറുണ്ട്. വിശുദ്ധ ഖുർആനോ ഹദീസ് ഗ്രന്ഥങ്ങളോ മുഴുവൻ പരിശോധിച്ചാലും അവിടെ ഇവിടെയും സിനിമ എന്നൊരു വാക്കോ അതിന് സമാനമായ ഒരു വാക്കോ കണ്ടെത്താൻ കഴിയില്ല. ഇസ്ലാം ഹറാം അഥവാ നിഷിദ്ധമായി എണ്ണിയതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിനിമയെ കാണാൻ കഴിയില്ല. ഇസ്ലാം നേർക്കുനേരെ അഭിപ്രായം പറയാത്ത, അല്ലെങ്കിൽ ഇസ്ലാം നേർക്കുനേരെ നിഷിദ്ധമാണ് എന്ന് പറയാത്ത ഒരു കാര്യം പിന്നെ നിഷിദ്ധമാക്കാൻ ആർക്കും യാതൊരു അധികാരവുമില്ല. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാം എന്ന് മാത്രം. എന്നാൽ കേരളത്തിലെ പൗരോഹിത്യം സിനിമയെ ഹറാമാക്കുകയും സമുദായത്തിൽ നിന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ആക്രമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അത് ഏറ്റവും അധികം നേരിട്ടത് ഒരു കാലത്ത് പ്രേം നസീർ ആയിരുന്നെങ്കിൽ ഇന്നത് മമ്മൂട്ടിയും കലാഭവൻ നവാസിനെ പോലെയുള്ള ആളുകളും ആയി എന്ന് മാത്രം. ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവൻ്റെ ജീവിത വിശുദ്ധിയും ജീവിതത്തിൽ പുലർത്തുന്ന സൂക്ഷ്മതയുമാണ്. ഇസ്ലാമിലെ ആരാധനകൾ പോലും വ്യക്തിയിൽ ജീവിത വിശുദ്ധിയും സൂക്ഷ്മതയും ഉണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. ഈ വിഷയത്തിൽ മുസ്ലിങ്ങളായ കലാകാരന്മാർക്കെതിരെ വിരൽ ചൂണ്ടുന്ന വ്യക്തികളും അവരുടെ ആക്രമണത്തിന് വിധേയരാകുന്ന ഇത്തരം കലാകാരന്മാരും എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രായം 30കളുടെ തുടക്കത്തിലാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ 40-ലേറെ വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മലയാളികളുടെ മുമ്പിലുണ്ട്. വഴിതെറ്റി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് മറ്റേതൊരു മേഖലയെയും പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി എല്ലാ അവസരങ്ങളും പ്രലോഭനങ്ങളും ഉള്ള ഒരു മേഖലയാണ് സിനിമാ രംഗം. അവിടെ സന്യാസ സമാനമായ, ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറം, സന്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് യാതൊരു പ്രലോഭനങ്ങളുമില്ലാത്ത ഒരു വനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്തിൽ ഏകനായി ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചിത്രമായിരിക്കും പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ എല്ലാ പ്രലോഭനങ്ങൾക്കും ഇടയിൽ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വ്യക്തിശുദ്ധിയോടെ ജീവിക്കലാണ് യഥാർത്ഥ സന്യാസം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സന്യാസ സമാനമായ ഒരു ജീവിതമാണ് മമ്മൂട്ടിയുടേതെന്ന് മലയാളികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പ്രേം നസീറിൻ്റെ കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ എൻ്റെ കയ്യിലുള്ള പദാവലികൾ മതിയാകില്ല. അത്രയും വിശുദ്ധമായ, ഏതൊരാൾക്കും മാതൃകയാക്കാൻ കഴിയുന്ന, ഇന്നും ആയിരങ്ങൾക്ക് പ്രചോദനമായ ഒരു ജീവിതം അതായിരുന്നു പ്രേം നസീർ. എൻ്റെ ഈ വീഡിയോയ്ക്ക് കാരണമായ കലാഭവൻ നവാസ്, അദ്ദേഹത്തെക്കുറിച്ച് പലരും കൂടുതൽ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ പ്രതികരണത്തിലൂടെയാണ്. ഞാനും അക്കൂട്ടത്തിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചിത്രം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവരാരും മുസ്ലിം സമുദായത്തിന് ഒരു നാണക്കേടും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ രംഗത്ത് വളരെ മാതൃകാപരമായി, മാന്യമായി ജീവിക്കുകയാണ് ചെയ്തത്. അത്തരം ആളുകളെ മതത്തിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട്, മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആക്രമിച്ച ആളുകളുടെ അവസ്ഥയും കൂടി ഇത്തരണത്തിൽ നാം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. മിക്കവാറും ദിവസങ്ങളിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പള്ളി ഇമാമുമാരുടെയും മദ്രസ അധ്യാപകരുടെയും വാർത്തയും ചിത്രവും നമ്മുടെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാണുന്ന ചിത്രം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പള്ളി ഇമാമുമാരുടെയും മദ്രസ അധ്യാപകരുടേതുമാണ്. ഇവരെയൊക്കെ ജനങ്ങൾ കൈയോടെ പിടികൂടി കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുകയും
പോലീസ് കേസെടുക്കുകയും ചെയ്ത സംഭവങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളാണ്. ഇവർ നമ്മുടെ സമുദായത്തിനുണ്ടാക്കിയ അപമാനം ചില്ലറയല്ല. ഇത്തരം ആളുകളാണ് നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനമായ പ്രേം നസീറിനെ ആക്രമിച്ചത്, മമ്മൂട്ടിക്കെതിരെയും കലാഭവൻ നവാസിനെ പോലുള്ള സമുദായത്തിൽ നിന്ന് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. ഇത്തരം ആളുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഹറാം സൃഷ്ടിക്കുകയും ഹലാൽ സൃഷ്ടിക്കുകയും പിന്നെ ഈ ഹറാമിനെ അവർ തന്നെ ഹലാലാക്കുകയും, ഇത്തരം ധാരാളം സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന് മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്നതിന് എതിരെ വലിയ കലാപമാണ് ഒരു കാലത്ത് പൗരോഹിത്യം നടത്തിയത്. അത് നബിചര്യയ്ക്ക് വിരുദ്ധമാണെന്നും ബാങ്ക് വിളിക്കാൻ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ലെന്നും അന്നവർ വാദിച്ചു. അന്നവർ ഹറാം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് പറഞ്ഞ അതേ ആളുകൾ, അതേ സംഘടനയുടെ അടുത്ത തലമുറ അവർ തന്നെയുമുണ്ട്, അതേ ആളുകൾ തന്നെയുമുണ്ട്, അടുത്ത തലമുറയുമുണ്ട്. ഇന്നവർക്ക് ബാങ്ക് വിളിക്കാൻ മാത്രമല്ല നമസ്കരിക്കാൻ പോലും സൗണ്ട് സിസ്റ്റം ഇല്ലാതെ സാധ്യമല്ല. നമുക്കറിയാം, പള്ളി ഒരു ചെറിയ ഹാളാണ്, അവിടെ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും 4 ഭാഗത്തും സൗണ്ട് സിസ്റ്റം വെച്ച് തലയിൽ ഒരു മൈക്കും കെട്ടിവെച്ച് മാത്രമേ ഇന്നിക്കൂട്ടർക്ക് നമസ്കരിക്കാൻ സാധിക്കൂ. രാത്രി പ്രഭാഷണം, അതിനിത്തരം ആളുകളെ ക്ഷണിക്കാൻ പോയാൽ അവരുടെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക നൽകും. അതിൽ ഉപയോഗിക്കേണ്ട സൗണ്ട് സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അത് വളരെ നിർബന്ധമാണ്. വലിയ ബോക്സുകളൊക്കെ നിരത്തി അതിൻ്റെ നടുക്ക് നിന്ന് മാത്രമേ കൂട്ടർ പ്രസംഗിക്കൂ. ഒരു കാലത്ത് ഹറാമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഹലാലായി എന്ന് മാത്രമല്ല, അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. മറ്റൊന്നായിരുന്നു വീഡിയോ ക്യാമറകൾക്കെതിരെയുള്ള, സ്റ്റിൽ ക്യാമറയ്ക്കും വീഡിയോ ക്യാമറയ്ക്കും എതിരെയുള്ള കലാപം. കല്യാണത്തിന് ഇവർ വരില്ലായിരുന്നു. നിക്കാഹ് നടത്തിക്കൊടുക്കാൻ ഇവരെ ക്ഷണിക്കാൻ പോയാൽ ഇവർ ചോദിക്കും, വീഡിയോ ക്യാമറ ഉണ്ടോ? ഉണ്ടെങ്കിൽ വരില്ല. ഇനി എങ്ങാനും ഒരു ക്യാമറ ആരെങ്കിലും അവിടെ കണ്ടാൽ കല്യാണ പെണ്ണിനേക്കാൾ നാണമായിരിക്കും ഉസ്താദിന്. കർച്ചീഫ് കൊണ്ട് മുഖം മറയ്ക്കുന്നു, മേശയുടെ അടിയിൽ ഒളിക്കുന്നു, വല്ലാത്ത നാണം. അന്നവർ പറഞ്ഞിരുന്നത് ക്യാമറ ഹറാമാണ് എന്നാണ്. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? ഇന്നവർ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറില്ല, വീഡിയോ ക്യാമറയുടെ മുമ്പിൽ നിന്ന്. യൂട്യൂബിൽ നിരന്തരമായി ഇതേ ആളുകളുടെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വരുന്ന കണ്ടന്റ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അടിക്കാനുള്ള വടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും നിരീശ്വരവാദികൾക്കും നൽകുന്ന വിധത്തിലുള്ള വിഷയവും അവതരണവുമാണ് ഇക്കൂട്ടം നടത്തുന്നത്. അതിനു മുമ്പ് ഖുർആൻ പരിഭാഷ നടത്താൻ അത് അവർക്ക് ഹറാമായിരുന്നു, ഇന്നത് ഹലാലായി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഹറാമായിരുന്നു, ഇന്നത് ഹലാലായി. ഇങ്ങനെ ടെലിവിഷൻ ഹറാമായിരുന്നു, ഇന്നത് ഹലാലായി. ഇങ്ങനെ ഇവർക്ക് തോന്നുന്നത് പോലെ ഹറാമും ഹലാലും സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ആയി നമ്മുടെ പുരോഹിതന്മാർ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സിനിമാ പ്രവർത്തകർക്കെതിരെ നടത്തുന്ന ഈ ആക്രമണം. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും വായിക്കുന്ന വിധത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് മോശമായി കമൻ്റ് എഴുതാൻ കഴിയും വിധം അധമന്മാരായി നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം പുരോഹിതന്മാരും അവരുടെ അനുയായികളും മാറിയ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഉള്ളത്. അതെത്രത്തോളമായി എന്ന് വെച്ചാൽ, വാക്സിനേഷൻ എടുക്കുന്നത് ഹറാമാണ്, രോഗം വന്നാൽ ചികിത്സിക്കുന്നത് ഹറാമാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഓണത്തിന് സദ്യ ഉണ്ടാൽ അത് ഹറാമാണ്. സാമ്പാറിനും അവിയലിനും ഒക്കെ എന്താണ് മതമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ക്രിസ്തുമസിന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയാൽ കേക്ക് കഴിച്ചാൽ അത് ഹറാമാണ്. ഇങ്ങനെ നിരന്തരം ഇവർ ഹറാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ സൃഷ്ടിക്കുന്ന ഹറാമിനെ പിന്നെ അവർ തന്നെ ഹലാലാക്കുന്നു. പാട്ട് കേൾക്കുന്നത് ഹറാമാണ്, പാട്ട് കേൾക്കുന്നത് ഹറാമാണ്. ഈ ഒരു പ്രശ്നം കൂടി ഒന്ന് കേട്ടു നോക്കൂ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടർ മരുന്ന് തരും, സൂക്കേട് 3 ദിവസം കൊണ്ട് മാറും. പിറ്റേത്തെ മാസം സൂക്കേട് വന്നാൽ അപ്പം തന്നെ അതേ ഡോക്ടറത്തേക്ക് പോകും. അതിനൊക്കെ വലിയ ശിർക്ക് എന്താ? ഡോക്ടറെ കാണുന്നത് ഹറാമാണോ അതോ ഒരിക്കൽ കണ്ട ഡോക്ടറെ വീണ്ടും കാണുന്നത് ഹറാമാണോ എന്താണെന്ന് അറിയില്ല. പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഡോക്ടറെ ഒരിക്കൽ കാണുന്നതാണോ ഹറാം അതോ ഒരിക്കൽ കണ്ട ഡോക്ടറെ വീണ്ടും കാണുന്നതാണോ ഹറാം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാളുടെ ഭ്രാന്തിൻ്റെ ലെവൽ അറിയണമെങ്കിൽ ഫലസ്തീനിലെ ഗാസ വിഷയത്തെക്കുറിച്ച് ഇയാൾ പറഞ്ഞ അഭിപ്രായം ഒന്ന് കേട്ടാൽ മനസ്സിലാവും. അത് അയാൾ പറഞ്ഞത്, മസ്ജിദുൽ അക്സ ജൂതന്മാരുടെ കയ്യിൽ പോയാലും കുഴപ്പമില്ല, ഹമാസിൻ്റെ കയ്യിൽ പോരുമെന്നാണ്. ഇപ്പോൾ ആളിൻ്റെ ഒരു ഏകദേശം ആളിനെ കുറിച്ചൊരു ധാരണ കിട്ടില്ലേ. നമ്മൾ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഷെയ്ത്താനിൽ നിന്നുള്ള രക്ഷ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഷെയ്ത്താനിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്ന ഒരു പ്രാർത്ഥന. ഇപ്പോൾ നമുക്ക് ഔദു ബില്ലാഹി മിനൽ ഉസ്താദ് എന്ന് പറയേണ്ട അവസ്ഥയിലാണ്.
അതെ, ഔദു ബില്ലാഹി മിനൽ ഉസ്താദ് എന്ന് പറയുന്നത് ഉസ്താദുമാരുടെ ഉണ്ടാക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥയാണ്. തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം.